അനുവദിച്ചു. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നു. പ്രോജക്ട് അപ്രൂവൽ കമ്മിറ്റിയാണ് അനുവദിച്ചത്. ഇനിയിപ്പോൾ ഉത്തരവായി വരേണ്ടതായിട്ടുണ്ട്. SSKക്ക് 1258.71 കോടി രൂപയാണ് കിട്ടേണ്ടത്. അതിൽ 92.14 കോടി രൂപ കിട്ടിക്കഴിഞ്ഞു. ഇനി 1066.36 കോടി രൂപ കിട്ടാനുണ്ട്. ബാക്കി കാശും കൂടെ വാങ്ങുന്നതിന് വേണ്ടി 10-ാം തീയതി 3 മണിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ കാണുന്നുണ്ട്. ബാക്കി SSK മുഖാന്തരം നമുക്ക് കിട്ടേണ്ട പരമാവധി കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. എന്തായാലും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ആവശ്യം അംഗീകരിച്ച് തരുന്നതിന് വേണ്ടി കുറച്ച് ദിവസം താമസിച്ചെങ്കിൽ പോലും അംഗീകരിച്ച് തരുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. അല്ല, സ്റ്റാർസിന്റെ പ്രോജക്റ്റ് വേറെ പ്രോജക്റ്റാണ്. SSKയുടെ പ്രോജക്റ്റിൽ പെട്ടതല്ല. സ്റ്റാർസിന്റെ വേറെ നമ്മുടെ അധ്യാപക പരിശീലനം, നഴ്സറി കുട്ടികൾക്കുള്ള പരിശീലനം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ. ഇത് കൂടാതെ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഫണ്ട് കിട്ടാനുള്ള ഫണ്ടെന്ന് പറഞ്ഞാൽ പട്ടികവർഗ ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് കിട്ടാനുണ്ട്. ആ ഫണ്ടും കിട്ടുന്നതിന് വേണ്ടിയുള്ള വാങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഗണഗീതം പാടി അത് റെയിൽവേ അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് പിൻവലിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടി കുട്ടികളുടെ സ്കൂൾ ഏതാണെന്ന് ഇപ്പോഴും വ്യക്തമായിരുന്നു. പക്ഷേ യൂണിഫോമിലാണ് കുട്ടികൾ പാടി ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. എവിടെ വെച്ചായിരുന്നു? കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പൊതുവിലൊരു ഗാനം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ ഒരു പൊതുവിലൊരു ഗാനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണമെന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി, ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം വച്ചത് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്.